എത്ര 40,000 റുപ്യ നിങ്ങൾ അടയ്ക്കണം, 60,000 റുപ്യ നിങ്ങൾ അടയ്ക്കണം, ബാക്കി ഇൻഷുറൻസും പറഞ്ഞു. അങ്ങനെ ഓനെന്താ വെച്ചാല് ലാബിലെ ടെക്നീഷ്യനാണ്. അവിടെ കോയമ്പത്തൂർ ഒരു ഹോസ്പിറ്റലിൽ പഠിക്കുന്ന ടൈമിലാണിത്. ഇപ്പോൾ ജോലി കയറി. അങ്ങനെ എന്ത് ചെയ്തു, കാണിച്ചു. അപ്പോൾ ഒരു പറഞ്ഞു ഇങ്ങനെ അടയ്ക്കണം എന്നാണ്. അപ്പോൾ ഒരു ഓനും സംസാരിച്ച് എക്സ്റേ ഒക്കെ നോക്കിയപ്പോൾ പറഞ്ഞു ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ബില്ല് തരുവോ, ബില്ല് പോലും തരൂല. അപ്പം എന്താ വെച്ചാൽ സർക്കാർ കണക്ക് പ്രകാരം എന്തുള്ളൂ, ഇപ്പോൾ ഈ ഭാര്യൻ്റെ ഡെലിവറിൻ്റെതാണെങ്കിലും അത് ഞാൻ ചോദിച്ചപ്പോൾ അതാ പറഞ്ഞത്, സർക്കാർ കണക്ക് പ്രകാരം നിങ്ങൾക്ക് 12,000 റുപ്യ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വരിക? 12,000 റുപ്യ ഉണ്ടായാൽ മതി. കാരണം ഡോക്ടർ ഫീസ് വേണ്ട, റൂം വാടക വേണ്ട, നഴ്സ് ഡ്യൂട്ടിക്ക് ഇത് വേണ്ട, നിങ്ങൾക്ക് എന്താ വെച്ചാൽ സർജറിക്കുള്ള മാത്രം പൈസ മതിയായിരുന്നു. അപ്പോൾ സർജറിക്ക് മാത്രം പൈസ മതി.